ബി.ജെ.പിയുടെ ഒരു പ്രവർത്തകൻ ബി.ജെ.പിയോട് അലൈ ചെയ്തിരിക്കുമ്പോൾ അവരുടെ ഹിന്ദുത്വ ലക്ഷ്യം അവർക്ക് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ഒരു കോമൺ കോസ് ആയിട്ടൊക്കെയാണ് അവർ അതിനകത്ത് അലൈ ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഐഡിയോളജി ഇല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിന് വേണ്ടിയാണ് കൂടുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് അവർ പുറത്താകും, അവർക്കറിയാതെ. അപ്പോൾ ഇപ്പം അവരൊരു സീറ്റിന് വേണ്ടി വഴക്കൂടുകയാണെങ്കിൽ മറ്റു പാർട്ടികളുടെ ഉണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നീ പാർട്ടിയിലൊരു സ്ഥാനമോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൊരു സ്ഥാനമോ കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്താകുമെന്ന് പറഞ്ഞൊരു കമ്പൽഷനും അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ടെൻഷൻസ് ഒക്കെ ഈ രീതിയിൽ ഉണ്ടാകുന്നത്. അത് ഇലക്ഷന് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ബാധിക്കുമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ വിഷയമാണ്. ഇലക്ഷൻ ആകുമ്പോഴേക്ക് ആൾക്കാർ അതൊക്കെ മറക്കും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോർ വോട്ടേഴ്സ് എത്രയുണ്ട്, കോർ വോട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാണോ, അതുപോലെ തന്നെ ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ എത്രയാണ്, തേജസ്വി യാദവിന് എത്രത്തോളം ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ്. രാഹുൽ തേജസ്വി ഒരു പുതിയ ആക്സസ് ആണ് ഈ ഇലക്ഷനിൽ കണ്ടത്. വളരെ വലിയ രീതിയിൽ ഇന്റൻസ് ആയിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം മുസ്ലിം വോട്ട് ഓഫ് കോഴ്സ് പ്രതിപക്ഷത്തിനാണ് അവർ ഭൂരിപക്ഷ വോട്ടുകളും ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺസോളിഡേഷൻ. ഇപ്പം മുസ്ലിം വോട്ട് എനിവേ ഇത് പ്രതിപക്ഷ വോട്ടുകളാണ്. എന്നാൽ യാദവ് വോട്ടുകൾ എത്രത്തോളം ചെയ്യുന്നു, OBC വോട്ടുകൾ എത്രത്തോളം ചെയ്യുന്നു, അപ്പം ഇതൊക്കെ വലിയൊരു ഫാക്ടറാണ്. ഈ ഫാക്ടറിന് ഡിപ്പെൻഡ് ചെയ്യും ഇലക്ഷൻ്റെ ഫൈനൽ റിസൾട്ടിനെ.